ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ കമ്പനി അധികൃതർ സന്നദ്ധത അറിയിച്ചതായി പി കെ ഫിറോസ് എം.എൽ.എ. പുതിയ സ്ഥലം കണ്ടെത്താൻ സർക്കാർ സഹായം നൽകും. ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം വരെ കമ്പനി പ്രവർത്തിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയതായും പി കെ ഫിറോസ് പറഞ്ഞു. കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നത് കമ്പനിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഈ കമ്പനി ഇവിടുന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റി 7.5 വർഷത്തോളമായി തുടങ്ങിയ നിയമ പോരാട്ടത്തിൻ്റെയും ജനകീയ സമരത്തിൻ്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം ഫ്രഷ് കട്ട് എന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ മുതലാളിമാർക്ക് സമരത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. ഇന്ന് 8-ാം തീയതി അതിനൊരു പരിസമാപ്തിയായിട്ടുണ്ട്. 13-ാം തീയതിയാണ് ഇതിൻ്റെ കോടതി വിധി വരാൻ പോകുന്നത്. അതുവരെ പ്രവർത്തിക്കാൻ പാടില്ല. അതിനുശേഷം കോടതിയുടെ ഭാഗത്തുനിന്ന് കമ്പനിക്ക് അനുകൂലമായ തീരുമാനം വന്നാൽ അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്ന് ഗവൺമെൻറ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പനി ഇപ്പം നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായിട്ടാണ് ഇന്നത്തോടു കൂടി അതിൻ്റെ ചർച്ചയ്ക്ക് പരിസമാപ്തിയായിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. 7 വർഷത്തിലധികമായി തുടരുന്ന നിയമ പോരാട്ടങ്ങളും ജനകീയ സമരവും അത് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടതകൾ ഈ വരുന്ന 4000 കുടുംബങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സമരസമിതി നേതാക്കളും അവിടെയുള്ള ഈ 4000 ജനങ്ങളുമായിരുന്നു സമരം ചെയ്തതെങ്കിൽ ഈ UDF കൊടുത്ത ഉറപ്പിൻ്റെ മേൽ അവർ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഈ നമ്മുടെ നാടിൻ്റെ MLA സമരത്തിൽ ഇൻവോൾവ് ആവുകയും 2 MLA മാരും തിരുവമ്പാടി കൊടുവള്ളി 2 MLA മാരും ഈ സമരത്തിൽ പങ്കെടുക്കുകയും അവരത് വിജയത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഉള്ള റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. ഇന്ന് അവരും സമര നേതാക്കളും ഫ്രഷ് കട്ടിൻ്റെ നേതാക്കളും കൂടെ അവരുണ്ടായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.